ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ റീസെന്റ് ആയി പുറത്തിറങ്ങിയ 11 എന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. കഥയുടെ തുടക്കത്തിൽ ഒരു രാത്രി സമയത്ത് ഒരാൾ കാർ ഓടിച്ച് കാടിന് നടുവിലൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. ആ വണ്ടിയുടെ അടുത്ത് നിർത്തി അവൻ ഡിക്കി തുറക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. ഒരുത്തനെ കൊന്ന് അവൻ ഡെഡ് ബോഡി പുറത്തെടുത്ത് അവിടെയിട്ട് കത്തിച്ചു കളയുവാണ് ആ സൈക്കോ. ഇവിടെ ടൈറ്റിൽ കണ്ടിട്ട് മൂവി കണ്ടിന്യൂ ആകുന്നു. നെക്സ്റ്റ് ഡേ അതേ കൊലപാതക വാർത്ത ന്യൂസ് പേപ്പറിലെല്ലാം വന്നിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് മുഖംമൂടിയിട്ട് കുറച്ച് കൊള്ളക്കാർ ഒരു ബാങ്ക് റോബറി ചെയ്യുവാണ്. പോരാത്തതിന് തടയാൻ വന്ന സെക്യൂരിറ്റിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. കിട്ടിയ ഗോൾഡും പണവും എടുത്ത് അവര് വേഗം സ്ഥലം കാലിയാക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ മൂവിയുടെ ഹീറോ ആയിട്ടുള്ള അരവിന്ദനെയാണ് കാണിക്കുന്നത്. ആളൊരു IPS ഓഫീസറാണ്. നേരത്തെ കാണിച്ച റോബറി കേസ് ഹാൻഡിൽ ചെയ്യുന്നത് പുള്ളിക്കാരനാണ്. അടുത്ത സീനിൽ അതേ കൊള്ളക്കാരുടെ സങ്കേതത്തിൽ തന്നെ നമ്മുടെ ഹീറോ എത്തുന്നു. പേടിച്ചിരിക്കുന്നവരെ ഹീറോ ദേഷ്യത്തിൽ നോക്കുന്ന അതേ സമയം തന്നെ ഇവരെ എങ്ങനെയാണ് ഹീറോ കുടുക്കി എന്ന ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഈ കൊള്ളക്കാരുടെ കളവിന്റെ രീതി, അതായത് അവർ പോലീസ് എത്താൻ മിനിമം 10 മിനിറ്റെങ്കിലും സമയമെടുക്കുന്ന ദൂരത്തിലുള്ള ബാങ്കുകളാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടുപിടിച്ച ഹീറോ ബാങ്കുകളിലെ ആഭരണങ്ങളിലും പണത്തിലുമെല്ലാം ബാങ്കിന്റെ സഹായത്തോടെ തന്നെ GPS ഡിവൈസുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ വൺസ് അത് അവർ മോഷ്ടിക്കുവാണെങ്കിൽ അവര് പോകുന്ന സ്ഥലം ഈസി ആയിട്ട് ട്രാക്ക് ആകും. ഫൈനലി ഹീറോ വിചാരിച്ച പോലെ അവന്റെ വലയിൽ അവര് കുടുങ്ങുവാണ്. എന്നാൽ പ്രസന്റിൽ കീഴടങ്ങാൻ നിൽക്കാത്ത അവരാവട്ടെ ഹീറോയുമായി ഫൈറ്റ് ആകുന്നു. എന്നാൽ വളരെ നിഷ്പ്രയാസം ഹീറോ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി ഫൈനലി അറസ്റ്റും ചെയ്യുന്നു. അതേസമയം കമ്മീഷണർ ഓഫീസിൽ രഞ്ജിത്ത് എന്ന മറ്റൊരു പോലീസ് ഓഫീസറിനെ കാണിക്കുന്നുണ്ട്. തുടക്കത്തിൽ കാണിച്ച ദുരൂഹമായ കൊലപാതകമില്ലേ, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് രഞ്ജിത്താണ്. സോ അയാൾ അതുമായി മുന്നോട്ട് പോകുന്നു. ആദ്യം തന്നെ ചെന്നൈയിലെ മിസ്സിംഗ് ആളുകളുടെ ലിസ്റ്റ് എടുത്ത് അവർക്കും മരിച്ചുപോയ വ്യക്തിക്കും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. അതേസമയം തന്നെ സിറ്റിയിൽ മറ്റൊരു കൊലപാതകവും സെയിം പാറ്റേണിൽ നടക്കുന്നു. എന്നാൽ ഇത്തവണ മരിച്ച വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. പോരാത്തതിന് ആ കൊലയ്ക്ക് ശേഷവും സെയിം പാറ്റേണിൽ 2 കൊലകൾ കൂടെ നടക്കുവാണ്. പിന്നെ പറയാനുണ്ടോ, കൊലപാതകങ്ങൾ കൂടുന്നതല്ലാതെ ഒരു തുമ്പ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് കമ്മീഷണർ ഇൻസ്പെക്ടർ രഞ്ജിത്തിനെ വഴക്ക് പറഞ്ഞ് പുറത്താക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഹീറോ ആണെങ്കിൽ ഒരു വലിയ ഡ്രഗ് മാഫിയയെ തന്നെ വല വിരിച്ചു പിടിക്കുന്നു. അതേസമയം ആ ഡ്രഗ്സ് അധികമായി എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് ബ്രെയിൻ ഡെത്ത് വരെ സംഭവിക്കുമെന്ന കാര്യവും ഹീറോ മനസ്സിലാക്കുന്നു. എന്നാൽ പുറത്തിറങ്ങിയ ഇൻസ്പെക്ടർ രഞ്ജിത്ത് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഇതുവരെയുള്ള കേസുകൾ വളരെ നിഷ്പ്രയാസം സോൾവ് ചെയ്ത അയാൾക്ക് ഇതിൽ മാത്രം ഒരു തുമ്പ് പോലും ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അന്നേരമാണ് ഒരു കോള് വരുന്നത്. അതിൽ സംസാരിച്ച ശേഷം ആള് വേഗം പോലീസ് ജീപ്പിൽ കയറി ആ രാത്രി തന്നെ എങ്ങോട്ടോ പോകുന്നു. എന്നാൽ കഷ്ടകാലത്തിന് വണ്ടി ആക്സിഡന്റ് ആകുവാണ്. എന്തോ ഭാഗ്യത്തിന് ജീവൻ മാത്രം രക്ഷിക്കാനായി. പക്ഷേ കണ്ടീഷൻ ക്രിട്ടിക്കലായി തന്നെ തുടർന്നു. അടുത്ത സീനിൽ ഹീറോയെ കമ്മീഷണർ നേരിട്ട് വിളിപ്പിച്ച് മുകളിൽ നിന്ന് വളരെയധികം പ്രഷർ ഉള്ളത് കൊണ്ടും ഇൻസ്പെക്ടർ രഞ്ജിത്ത് ആണെങ്കിൽ കോമയിൽ പോയത് കൊണ്ടും ഈയിടെയുള്ള എല്ലാ കേസുകളും ഹീറോ വളരെ നല്ല രീതിയിൽ തെളിയിച്ചത് കൊണ്ടും തന്നെ ആ സൈക്കോ കൊലപാതക കേസ് ഹീറോയെ തന്നെ ഏൽപ്പിക്കുവാണ്. ഇതുവരെ നടന്ന 6 കൊലപാതകങ്ങളും സെയിം പാറ്റേണിലായതുകൊണ്ട് തന്നെ ഇനി അതുപോലെ മറ്റൊരു കേസ് ഉണ്ടാകുന്നതിന് മുൻപേ പ്രതിയെ പിടിക്കണമെന്ന ഹീറോയ്ക്ക് ഓർഡറും കൊടുക്കുന്നു. ഹെൽപ്പിനായിട്ട് ഇൻസ്പെക്ടർ മനോഹരനെയും നിയമിക്കുന്നു. അതേസമയം ഹീറോ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുവാണ്. മരിച്ച 6 പേരുടെയും ഡെഡ് ബോഡി കളക്ട് ചെയ്ത സ്ഥലത്തേക്കെല്ലാം ചെല്ലുന്നു. സർപ്രൈസിംഗ്ലി അവിടെ ഒന്നും തന്നെ ഒരു CCTVയോ അല്ലെങ്കിൽ ഫുട് പ്രിന്റ്സോ ഫിംഗർ പ്രിന്റ്സോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരേ പാറ്റേണിലുള്ള കൊലപാതകമായതിനാൽ എല്ലാത്തിനും പിന്നിൽ ഒരു സൈക്കോ കില്ലർ ആകുമെന്നത് ഇൻസ്പെക്ടറും പറയുന്നു. ഹീറോ കണ്ടെത്തിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മരിച്ച ഓരോരുത്തരും മരണപ്പെട്ടത് ഫിസിക്കൽ ടോർച്ചർ കൊണ്ടല്ല, പകരം പോയിന്റ് ബ്ലാങ്കിലാണ് ഷൂട്ട് ചെയ്ത് കൊല ചെയ്തിരിക്കുന്നത്. പോയിന്റ് ബ്ലാങ്ക് എന്നാൽ ടാർജറ്റിന്റെ തൊട്ടടുത്ത് നിന്നുള്ള കൊലപാതകം. മരിച്ചതിനു ശേഷം ആ ബോഡി കത്തിച്ചു കളയുന്നത് ആ ആളുടെ ഐഡന്റിറ്റി പുറത്തറിയാതിരിക്കാനാണ്. അതുവഴി കൊലപാതകയെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാതിരിക്കാൻ. ഒരുപക്ഷെ മരിച്ച വ്യക്തി ആരാണെന്നറിഞ്ഞാല് കൊലപാതകി ഈസിയായി പിടിക്കപ്പെട്ടാലോ? അത് തന്നെ. കൊലപാതകങ്ങളിലെ മറ്റൊരു സാമ്യത എന്താണെന്ന് വെച്ചാല് മരിച്ചവരെല്ലാം ഏകദേശം ഒരേ ഏജ് കാറ്റഗറി ആണ് എന്നതാണ്. തിരിച്ചു പോകുന്ന വഴിയിൽ മനോഹറിന് ഒരു കോള് വരുന്നു. വൈഫാണ് വിളിച്ചതെന്ന് ഹീറോ കാഷ്വലായി ചോദിക്കുമ്പോൾ മനോഹറിന്റെ മുഖമേ മാറുന്നുണ്ട്. അവളൊരു ആക്സിഡന്റിൽ മരിച്ചുപോയെന്നും ആകെയുള്ളത് ഒരേയൊരു മകനാണെന്നും അച്ഛൻ വരാതെ ഫുഡ് കഴിക്കില്ല എന്നും പറഞ്ഞ് അവനാളെ വിളിച്ചതെന്നും അവൻ പറയുന്നു. അങ്ങനെ നേരെ അവർ മനോഹറിന്റെ വീട്ടിലെത്തുവാണ്. അവിടെ എത്തിയതും മകൻ ഓടി ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. അവർ സ്നേഹിക്കുന്നത് കുറച്ച് മാറി നിന്ന് ഹീറോ പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട്. അടുത്ത ദിവസമായി ഹീറോ അവിടെ വണ്ടി സ്റ്റാർട്ട് ആവാത്ത ദേഷ്യത്തില് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ അതുവഴി വന്ന ഒരു കാറിന് കൈ കാണിക്കുന്നു. എന്നാൽ അതിനകത്തെ പെണ്ണിനെ കണ്ട് ഇത് നീയാണോ എന്ന് അവൻ എക്സൈറ്റഡ് ആയി ചോദിക്കുവാണ്. അപ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് നമുക്ക് കാണിക്കുന്നത്. 8 മാസങ്ങൾക്ക് മുൻപ് അതേ പെൺകുട്ടി
പേര് സഞ്ജന എന്നാണ്. അവളാണ് നമ്മുടെ കഥയുടെ ഹീറോയിൻ. അവള് അമ്മയും അച്ഛനും വിവാഹം കഴിക്കാൻ നിർബന്ധിക്കൊണ്ട് മാത്രം ഒരു പയ്യനെ കാണാനായിട്ട് കോഫി ഷോപ്പിൽ വന്നിരിക്കുവാണ്. എന്നാൽ കാണാൻ വന്നത് ഹീറോയാണെന്ന് കരുതി അവള് നേരെ ചെന്ന് ഹീറോയുടെ അടുത്തിരിക്കുവാണ്. ആക്ച്വലി അവൾ കാണാൻ വന്നത് മറ്റൊരാളെയായിരുന്നു. എന്നാൽ കണ്ടപാടെ അവൾക്ക് ഹീറോയെ ഒത്തിരി ഇഷ്ടമാകുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അവള് മാരേജ് പ്രപ്പോസൽ നടത്തുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ ഇത് എന്ത് ഭ്രാന്താന്ന് കരുതി അവളെ അവോയ്ഡ് ചെയ്യുവാണ്. എന്നാൽ പെട്ടെന്ന് പുറകിലൂടെ ഒരുത്തൻ ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ വന്ന ഓരോ ഗുണ്ടകളെയും ഹീറോ അടിച്ചു വീഴ്ത്തുന്നു. എല്ലാം കഴിഞ്ഞ് ഹീറോന്റെ അടുത്ത് ചെന്ന് അവൻ ഒറ്റ കാര്യമാണ് പറയുന്നത്: ഇതാണ് ഞാന്, എന്തിനും എന്നെ വിട്ട് കുറച്ച് മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലതെന്നും ഉപദേശിച്ച് അവൻ അവിടെ നിന്നും പോകുവാണ്. എന്നാൽ ആ നിമിഷം തന്നെ അവൾക്ക് അവനോടുള്ള ഒരു ക്രഷ് കൂടുവാണ്. അതേസമയം തന്നെ അവളെ കാണാനായി വന്ന പയ്യനോട് നീ ലേറ്റായി വന്നതിന് ഒത്തിരി താങ്ക്സ് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം തൊട്ട് അവൾ ഹീറോയെ ഫോളോ ചെയ്യാൻ തുടങ്ങുവാണ്. ഹീറോയ്ക്ക് ആവട്ടെ ഒരു ഇൻട്രസ്റ്റും അവളുടെ അടുത്തുണ്ടാകുന്നില്ല. പ്രസന്റിൽ അവളോട് ഹീറോ നീയാണ് ഈ കാറിൽ എന്നറിഞ്ഞാല് കൈ കാണിച്ച് നിർത്തില്ല എന്ന് പറയുന്നു. എന്നാൽ അവൾ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടും നേരം വൈകിയത് കൊണ്ടും ഹീറോ ആ കാറിൽ കയറി പോകുവാണ്. അടുത്ത സീനിൽ ഒരു മഴയുള്ള രാത്രി ബസ് സ്റ്റോപ്പിൽ ഫോണിൽ നോക്കി നിൽക്കുന്ന ഒരുത്തനെ കാണിക്കുന്നു. അവിടേക്ക് മുഖം മൂടിയിട്ട അതേ സൈക്കോ കില്ലർ ഒരു കാറിൽ വരുവാണ്. കയ്യിലിരുന്ന വെപ്പൺ കൊണ്ട് ഈസി ആയിട്ട് അവന് ഷോക്ക് കൊടുത്ത് ബോധം കെടുത്തി കില്ലർ അവനെ കിഡ്നാപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം ഒരു പഴയ ഫാക്ടറിയിൽ നിന്നും കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡിയാണ് കിട്ടുന്നത്. ഹീറോ അതേ സ്പോട്ടിലേക്ക് എത്തുന്നു. പതിവ് പോലെ അവിടെയും ഒരു തുമ്പുമില്ലായിരുന്നു. അന്നേരം റിപ്പോർട്ടേഴ്സ് ഹീറോയെ പൊതിയുന്നുണ്ട്. അടുത്ത സീനിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്ന ഡെഡ് ബോഡി കാണാനായിട്ട് ഹീറോ ചെല്ലുന്നു. ഡോക്ടർ ആവട്ടെ ഇത്തവണയും സെയിം പാറ്റേണിൽ പോയിന്റ് ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്താണ് മരണമെന്നും കൊല്ലപ്പെട്ടയാൾക്ക് ഏകദേശം 30-നടുത്ത് തന്നെയാണ് പ്രായമെന്നും പറയുന്നു. ഇത്തവണ ബോഡിയിൽ നിന്ന് കിട്ടിയ ഒരു സ്റ്റീൽ പ്ലേറ്റും കൊടുക്കുന്നുണ്ട്. കാലിൽ സർജറി കഴിഞ്ഞ് ഘടിപ്പിച്ച ഒരു പ്ലേറ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതുപോലെ സർജറി കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായിട്ട് ഹീറോ ഓർത്തോ ഡോക്ടറിനെ കാണാനായിട്ട് പോകുന്നു. ആ പ്ലേറ്റ് കണ്ട് പരിശോധിച്ച ഡോക്ടർ ആവട്ടെ അത് ഉണ്ടാക്കിയിട്ട് അധികം നാളായി കാണില്ല എന്നും ഇതിന് മെഡിക്കൽ കൗൺസിലിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ട് 1 വർഷമേ ആകാൻ സാധ്യതയുള്ളൂ എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് വെച്ചുള്ള ഓപ്പറേഷനും അധികം നടന്നു കാണില്ല. ആ വഴി അന്വേഷിച്ചാൽ ആളെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ ഹീറോയും കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ അതേ പ്ലേറ്റ് വെച്ചുണ്ടായ സർജറിയുടെ ലിസ്റ്റൊക്കെ കളക്ട് ചെയ്ത് തരാനായിട്ട് ഡോക്ടറിനോട് പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. എന്നാൽ പുറത്തിറങ്ങിയ ഹീറോ ഇൻസ്പെക്ടർ മനോഹർ അവിടെ നിന്നും മറ്റൊരു ഡോക്ടറിനെ കണ്ട് മടങ്ങുന്നത് കാണുന്നു. എന്താണെന്നറിയാനായിട്ട് ആ ഡോക്ടറിനെ കണ്ട് നേരിട്ട് കാര്യം തിരക്കുന്നു. അന്നേരമാണ് മനോഹർ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നും ഹൃദയമാറ്റ ശസ്ത്രക്രിയ അല്ലാതെ ജീവൻ രക്ഷിക്കാൻ വേറെ വഴിയില്ല എന്നും അറിയുന്നത്. അത് കേട്ട ഹീറോ ആകെ അപ്സെറ്റ് ആകുന്നു. അടുത്ത ദിവസം ഹീറോ ആവശ്യപ്പെട്ട ആ പ്ലേറ്റ് വെച്ച് സർജറി ചെയ്തവരുടെ ലിസ്റ്റ് കിട്ടുന്നുണ്ട്. അത് പരിശോധിച്ചാൽ മരിച്ചവരുടെ ഏജിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 7 പേർ മാത്രമാണ് അവശേഷിക്കുന്നത്. അവരെ അന്വേഷിച്ചിറങ്ങിയാൽ ആ 7 പേരെയും കണ്ടുപിടിക്കുന്നു. എന്നാൽ 7ാമതായി കണ്ടുപിടിച്ച സുധാകരന് മാത്രം എന്തോ ഒരു പന്തികേടുള്ളതായി ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞ് അവനെ അകത്തേക്ക് വിട്ടാൽ ഹീറോ അവിടെയെല്ലാം ചെക്ക് ചെയ്യുന്നത് കണ്ട് അവനാകെ പതറുന്നുണ്ട്. അക്കാര്യം പക്ഷേ ഹീറോയും നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരമാണ് അവനൊരു കോൾ വരുന്നത്. എടുത്തു നോക്കുമ്പോൾ സഞ്ജനയാണ് വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവർ ആദ്യമായി കണ്ടിരുന്ന ആ കോഫി ഷോപ്പിൽ വരണമെന്ന് വളരെ പേടിയോടെ അവൾ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാനായിട്ട് ഹീറോ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവളാവട്ടെ ഹീറോയെ ഒരു റിങ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യുവാണ്. അത് കണ്ട ഹീറോ നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് മറ്റൊരു നല്ല പയ്യനെ നോക്കി കെട്ടാനായിട്ട് പറയുന്നു. എന്നാൽ അത് കേട്ട ഹീറോയിനും എന്റെ സ്നേഹത്തിന്റെ വില നീ ഒരിക്കൽ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുവാണ്. നെക്സ്റ്റ് ഡേ വീണ്ടും പഴയ പാറ്റേണിൽ ഒരു കൊലപാതകം കൂടി നടക്കുന്നു. എന്നാൽ ഇത്തവണ മാത്രം ഡെഡ് ബോഡി അതേ സിറ്റിക്കകത്ത് നിന്നാണ് കിട്ടുന്നത്. ഏതെങ്കിലും മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു പിച്ചക്കാരനെ പറ്റി മറ്റൊരു പോലീസുകാരൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിനെ ഒരാൾ കൊണ്ടുപോയത് കണ്ടെന്നും പറഞ്ഞ് അയാൾ എന്തൊക്കെ പിച്ചും പേയും ഇവിടെ വന്ന് പറഞ്ഞെന്നും അയാളെ ഭ്രാന്തനെന്ന് കരുതി അവിടുന്ന് ഓടിച്ചിറക്കിയെന്നും പറയുന്നു. അടുത്ത സീനിൽ ഹീറോ ആ പിച്ചക്കാരനെ പോയി കാണുന്നു. അയാളും കഴിഞ്ഞ രാത്രി മഴയത്ത് നടന്നു പോയിരുന്ന ഒരു പെണ്ണിനെ കാറിൽ മുഖം മൂടി അണിഞ്ഞ ഒരാൾ വന്ന് ഷോക്ക് അടിപ്പിച്ച് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടുവെന്ന് പറയുവാണ്. സ്കൂട്ടിയിൽ പോകാറുള്ള അവളെ അയാൾ സ്ഥിരമായി കാണാറുണ്ടെന്നും പറയുന്നു. അന്നേരമാണ് ഹീറോയ്ക്ക് ഡൗട്ട്. സ്ഥിരമായി സ്കൂട്ടിയിൽ പോകുന്ന ആ പെണ്ണ് എന്തിനായിരിക്കും അന്ന് നടന്നു പോയത്? ഇനി സ്കൂട്ടർ എങ്ങാനും റിപ്പയർ ആയിരിക്കുമെന്ന സംശയത്തിൽ അടുത്തുള്ള മെക്കാനിക് ഷോപ്പിൽ അന്വേഷിച്ചാൽ സംശയിച്ച പടി ഒരു പെൺകുട്ടി തന്റെ സ്കൂട്ടി കേടായോണ്ട് പിന്നെടുക്കാന്ന് പറഞ്ഞ് അവിടെ വെച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി പിന്നീട് അവിടെ എടുക്കാൻ വന്നിട്ടില്ല എന്ന് മെക്കാനിക്കും പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ ആ സ്കൂട്ടി ചെക്ക് ചെയ്താല് അതിനകത്ത് നിന്നും RC ബുക്ക് കിട്ടുവാണ്. അതിലെ ഡീറ്റെയിൽസ് അനുസരിച്ച് മീര എന്ന പെൺകുട്ടിയാണ് അതിൻ്റെ ഉടമ.
അങ്ങോട്ട് ആ അഡ്രസ്സിൽ പോയി നോക്കിയാൽ കാണാതെ എന്ന് പറഞ്ഞ അതേ പെൺകുട്ടി അവിടെ നിൽക്കുന്നു. പോരാത്തതിന് കോൺസ്റ്റബിൾ ആ പെൺകുട്ടിയെ തിരിച്ചറിയുവാണ്. കാരണം കഴിഞ്ഞിടെ ആ പിച്ചക്കാരനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുന്ന നേരം ആ പെൺകുട്ടി സ്റ്റേഷന് മുന്നിൽ നിൽക്കുന്നത് അയാൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ നായയെ കാണാനില്ലാത്തത് കംപ്ലൈന്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസന്റിൽ ഹീറോ അവിടെ ആ വീട് ഫുള്ള് സെർച്ച് ചെയ്യുവാണ്. എന്നാൽ അവിടെ ഒന്നും തന്നെ നായയെ വളർത്തിയിരുന്നു എന്നതിന് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എന്തിനാണ് കള്ള കംപ്ലൈന്റുമായി സ്റ്റേഷനിൽ വന്നതെന്ന് ഹീറോ ചോദിക്കുന്നു. എന്നാൽ അത് കേട്ടവൾ പതറിനിൽക്കുന്ന നേരം അകത്ത് നിന്ന് മറ്റൊരു പോലീസ് ഹീറോയെ വിളിക്കുവാണ്. ചെന്ന് നോക്കുമ്പോൾ അതേ പെൺകുട്ടിയും അവളുടെ ട്വിൻ സിസ്റ്ററുമുള്ള കുറെ ചിത്രങ്ങൾ ചുവരിൽ കാണുന്നു. പോരാത്തതിന് ഒരേ ക്ലാസ്സിൽ 11 ഇരട്ടകളുള്ള ട്വിൻ ബേർഡ്സ് എന്ന സ്കൂളിന്റെ നെയിമുള്ള ഒരു ക്ലാസ് ഫോട്ടോയും ഹീറോ എടുത്തു നോക്കുവാണ്. അത് കണ്ടതും ഹീറോയ്ക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അവിടുന്ന് സീൻ ഷിഫ്റ്റ് ചെയ്താൽ ഹീറോ അപ്പോൾ ഉള്ളത് നേരത്തെ കണ്ട സുധാകരന്റെ വീട്ടിലാണ്. അവിടെ വന്ന സുധാകരന്റെ നേരെ ഹീറോ ഒരു പെട്ടി തട്ടി നിൽക്കുന്നതും നോക്കുമ്പോൾ ആ പെട്ടിക്കകത്ത് നിന്നും സുധാകരന്റെയും ട്വിൻ ബ്രദറിന്റെയും ചിത്രങ്ങൾ പുറത്തു വരുന്നു. മുൻപ് സുധാകരന്റെ വീട്ടിൽ ചെന്ന സമയത്ത് ഹീറോ പരിശോധിക്കുമ്പോൾ അവിടെയും അതേ ട്വിൻ ബേർഡ്സ് എന്നെഴുതിയ ഒരു പിക്ചർ അവൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംശയമാണ് ഹീറോയെ അങ്ങോട്ടെത്തിക്കുന്നത്. അടുത്ത സീനിൽ സുധാകരനെ ഹീറോ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അപ്പോഴാണ് താൻ സുധാകരല്ലാന്നും അവന്റെ ട്വിൻ ബ്രദർ ആയിട്ടുള്ള സുരേന്ദ്രനാണെന്നും അയാൾ പറയുന്നത്. ഒരു മാസം മുൻപ് സുധാകർ തനിക്ക് മെസ്സേജ് അയച്ച് ഇന്ന് വരാൻ വൈകുമെന്നും ഉറങ്ങിക്കൊന്നും പറഞ്ഞെന്നും പറയുന്നു. പാരലായി തന്നെ നേരത്തെ കാണിച്ച ആ പെൺകുട്ടിയെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണിക്കുന്നു. കാണാതായത് അവളുടെ സിസ്റ്റർ മീരയാണ്. അന്നത്തെ ദിവസം നല്ല മഴയായതുകൊണ്ട് തന്നെ ഫ്രണ്ടിന്റെ വീട്ടിൽ തങ്ങുന്നെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ രണ്ടാളുകളും അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിയില്ല. പകരം ആ സൈക്കോ കില്ലറാണ് അവർക്ക് രണ്ടുപേർക്കും കോൾ ചെയ്യുന്നത്. കടത്തപ്പെട്ട രണ്ടാളുടെയും ട്വിൻസിനെ കെട്ടിയിട്ട് പറഞ്ഞതനുസരിച്ചിട്ടില്ലെങ്കിൽ അവരെ ലൈവായിട്ട് കൊല്ലുമെന്ന് പറയുവാണ്. ആ ഭീഷണിയിൽ പേടിച്ച് ആ പെൺകുട്ടി കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. എന്നാൽ കറക്റ്റ് ടൈമിൽ അവളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന കില്ലർ ആവട്ടെ കംപ്ലൈന്റ് ചെയ്താൽ അവളുടെ സിസ്റ്ററിനെ അപ്പോൾ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൾ കോൺസ്റ്റബിളിനോട് നായയെ കാണാനുള്ളതാണെന്ന് കള്ളം പറഞ്ഞത്. വീട്ടിലെത്തിയ പാടെ അവൾക്കും സുരേന്ദ്രനും വീണ്ടും കില്ലർ വിളിച്ച് ഒരിടത്തെത്താനായിട്ട് ആവശ്യപ്പെടുന്നു. അവിടെ എത്തിയ രണ്ടാളും ഷോക്കടിക്കപ്പെട്ട് ബോധം കെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് എത്തുവാണ്. ബോധം തെളിഞ്ഞു നീറ്റാല് രണ്ടാൾക്കും അവരുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു ഫോണില് അതേ കില്ലർ വിളിക്കുവാണ്. അതും വീഡിയോ കോളാണ്. രണ്ടുപേർക്കും ആ കില്ലർ അവരുടെ ട്വിൻ പാർട്ട്നേഴ്സിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കുന്നത് ലൈവായിട്ട് കാണിക്കുന്നു. അവരെ കൊല്ലാതെ വിടണമെങ്കിൽ ആ കില്ലർ പറയുന്ന ഒരാളെ കൊല്ലണമെന്ന് പറയുവാണ്. പറഞ്ഞപടി രണ്ടുപേരും ചെന്നാല് ദേഹം മുഴുവൻ കറുത്ത് തുണി കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരാളെ കെട്ടിയിരിക്കുന്നത് കാണുവാണ്. ആ ആളുടെ തൊട്ടടുത്തിരിക്കുന്ന ഗണ്ണെടുത്ത് അയാളെ കൊല്ലാനും കില്ലർ രണ്ടാൾക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ഇല്ലേ ലൈവായി തന്നെ അവരുടെ ട്വിൻ പാർട്ട്നേഴ്സിനെ മുക്കിക്കൊല്ലുമെന്ന് കില്ലർ വീണ്ടും ഭീഷണിപ്പെടുത്തുവാണ്. സ്വന്തം സിസ്റ്ററിനെയും ബ്രദറിനെയും രക്ഷിക്കാനായിട്ട് വേറെ മാർഗമില്ലാത്തതിനാൽ മനസ്സ് കല്ലാക്കി രണ്ടാളും പറഞ്ഞ പോലെ ആ കെട്ടിയിട്ടിരിക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു. തിരികെ വീട്ടിലെത്തിയ രണ്ടുപേർക്കും ആ കില്ലറിന്റെ കയ്യിൽ നിന്ന് മറ്റൊരു വീഡിയോ ആണ് വരുന്നത്. നോക്കുമ്പോ സത്യത്തിൽ രണ്ടാളും വെടിവെച്ച് കൊന്നത് അവരുടെ സ്വന്തം സഹോദരങ്ങളെ തന്നെയായിരുന്നു. അത് കാണുന്ന രണ്ടാളും പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഹീറോയും കേട്ടുകൊണ്ടിരിക്കുവാണ്. സൈക്കോ കില്ലർ ആവട്ടെ നടന്ന കാര്യം പോലീസിനോട് പറയുവാണെങ്കിൽ കൊലക്കുറ്റത്തിന് നിങ്ങൾ തന്നെ ജയിലിലാവുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. സോ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായിട്ട് ആ കില്ലർ അവരുടെ പാർട്ട്നേഴ്സിനെ തന്നെ വെള്ളത്തിൽ മുക്കുന്ന വീഡിയോ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് അതാണ് പിന്നീട് വീഡിയോ കോൾ വിളിക്കുമ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ട് തെറ്റിദ്ധരിച്ച രണ്ടാളും തങ്ങളുടെ പാർട്ട്നേഴ്സിനെ രക്ഷിക്കാനായിട്ട് ഒരു സ്ട്രേഞ്ചറിനെയാണ് കൊല്ലുന്നതെന്ന് കരുതി സ്വന്തം സഹോദരങ്ങളെ തന്നെ കൊല്ലുകയും ചെയ്യുന്നു. ഹീറോ അവർക്ക് നേരെ ആ ട്വിൻ ബേർഡ്സ് സ്കൂളിലെ ക്ലാസ് ഫോട്ടോ കാണിച്ച് ഇതേപറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. നിങ്ങളെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഫോട്ടോയിലെ ബെഞ്ചമിൻ എന്ന കുട്ടിയുടെ ഫോട്ടോയിലേക്കാണ് രണ്ടാളും ഒരുപോലെ വിരൽ ചൂണ്ടുന്നത്. അന്നേരം അവിടെ എത്തിയ മനോഹർ ആവട്ടെ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടിയും അവളുടെ മരിച്ച സഹോദരിയും കൂടെയുള്ള ഒരു സെൽഫിയിലെ അവർക്കൊപ്പമുള്ള പെൺകുട്ടിയെ താൻ പലതവണ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് അത് കാണിച്ചു കൊടുക്കുന്നു. നോക്കുമ്പോൾ അത് ഹീറോയിനായിട്ടുള്ള സഞ്ജനയാണ്. അന്നേരമാണ് അവിടെ ഇരിക്കുന്ന പെൺകുട്ടി അത് സഞ്ജനയാണെന്നും അവളുടെ ട്വിൻ സിസ്റ്ററായ അഞ്ജനയും തങ്ങൾക്കൊപ്പം അതേ ട്വിൻ ബേർഡ് സ്കൂളിലാണ് പഠിച്ചതെന്നും പറയുന്നത്. അത് കേട്ടതും ഹീറോ ഇനി സഞ്ജനയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് അറിയാനായിട്ട് വേഗം അവളെ കോൾ ചെയ്യുമ്പോൾ അവളെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. മുന്നിലിരിക്കുന്ന പെൺകുട്ടിയോട് അവളുടെ അഡ്രസ്സ് അറിയെന്ന് ചോദിച്ചാൽ അവൾക്ക് അറിയില്ല. ആകെ അറിയുന്നത് സ്ഥലപ്പേര് മാത്രമാണ്. അന്നേരം ഹീറോ ആവട്ടെ നിങ്ങൾ പഠിച്ച സ്കൂളിൽ എന്തെങ്കിലും അസ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ്. രണ്ടാളും എന്തൊക്കെയോ പറയുന്നു. എന്നാൽ അതെന്താണെന്ന് തൽക്കാലത്തേക്ക് നമുക്ക് കാണിക്കുന്നില്ല. എല്ലാം കേട്ടതിന് ശേഷം ഹീറോ രണ്ടാളും സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും വിടുവാണ്. എന്നാൽ സ്റ്റേഷൻ പരിധി വിട്ട് പോകരുതെന്നും വാൺ ചെയ്യുന്നു.
പോകാൻ നേരം മരിച്ച സുധാകരനുള്ള അതേ സർജറി നിനക്കെങ്ങനെ വന്നുവെന്ന് മനോഹർ ചോദിക്കുവാണ്. അന്നേരമാണ് സുരേന്ദർ പറയുന്നത്, ട്വിൻസ് ആയതുകൊണ്ട് തന്നെ എല്ലാം രണ്ടുപേർക്കും ഒരുപോലെയായിരുന്നു. അവന് ആ ആക്സിഡന്റ് പറ്റിയപ്പോൾ സർജറി ചെയ്തത് കണ്ട് സഹിക്കാത്തതുകൊണ്ട് സ്വയം കാലിൽ മുറിവാക്കിയാണ് ഇവനും അതേ സർജറി ചെയ്തത്. കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ഹീറോ ആ ട്വിൻ ബേർഡ് സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ കാണാനായിട്ട് പോകുവാണ്. അവരെ കണ്ട് മരിച്ചുപോയ 8 പേരും നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച ഒരേ ക്ലാസ്സിലെ കുട്ടികളാണെന്ന് പറയുന്നു. പോരാത്തതിന് ആ കൊലപാതകയും ഇവരിൽ ഒരാളായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പ് ഫോട്ടോ ടീച്ചറിനെ കാണിച്ചതും ബെഞ്ചമിൻ എന്ന് അവൾ പറയുവാണ്. ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ 25 വർഷങ്ങൾക്ക് മുൻപ് അവർ ആ സ്കൂള് സ്റ്റാർട്ട് ചെയ്തതാണ് കാണിക്കുന്നത്. അവിടെ ഒരു 6 ട്വിൻസും ജോയിൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ന്യൂസായി അത് ആഘോഷിക്കപ്പെടുവാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള പ്രിൻസിപ്പലിന്റെ ഹസ്ബൻഡിന് ഒരു ബുദ്ധി തോന്നുന്നു. അതിന്റെ ഭാഗമായി ഒരു ട്വിൻ സ്കൂളിൽ ചേർന്നാൽ ആളുടെ പാർട്ട്ണറിന് ഫീസ് ഇല്ല എന്ന് അഡ്വർടൈസ് ചെയ്യുന്നു. സോ ആ സ്കൂളിൽ കൂടുതൽ ട്വിൻസും ജോയിൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ പേര് തന്നെ ട്വിൻ ബേർഡ്സ് എന്നാക്കി മാറ്റുവാണ്. സ്കൂളും പിന്നീട് ഫേമസ് ആകുന്നു. അങ്ങനെ ഇരിക്കെ ചെന്നൈയിൽ നടന്ന ഒരു ചെസ് ടൂർണമെന്റിന് പ്രിൻസിപ്പലും ഹസ്ബൻഡും ഗസ്റ്റുകളായി പോയപ്പോഴാണ് ബെഞ്ചമിനെ കാണുന്നത്. വളരെ ബ്രില്യന്റ് ആയ അവ തന്നെയായിരുന്നു ആ ചാമ്പ്യൻഷിപ്പിന്റെ വിന്നറും. വളരെ യാദൃശികമായാണ് ബെഞ്ചമിനും ഒരു ട്വിൻസ് ആണെന്ന കാര്യം അവർ അറിയുന്നത്. അതറിഞ്ഞ അവളുടെ ഹസ്ബൻഡ് ആവട്ടെ ബെഞ്ചമിൻ കൂടെ വന്നാൽ സ്കൂളിന് ഫെയിം കൂടുമെന്ന് കരുതി ഇനിയും ചെസ് ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്യാമെന്നും ആഗ്രഹിച്ച് ബെഞ്ചമിനെയും ബ്രദറായ ഫ്രാൻസിസിനെയും അവരുടെ സ്കൂളിലേക്ക് വിളിക്കുന്നു. അനാഥരായിരുന്നിട്ടും ബെഞ്ചമിൻ ആ ഓഫർ സ്വീകരിക്കുന്നില്ല. കാരണം അവന്റെ സഹോദരൻ ഫ്രാൻസിസ് മെന്റലി കുറച്ച് വീക്കായിരുന്നു. എന്നാൽ അവരുടെ സ്കൂളിൽ വന്നാൽ ഫ്രാൻസിസിന് അത് ഗുണകരമാണ് എന്ന് കേട്ടതും ബെഞ്ചമിൻ ആ ഓഫർ സ്വീകരിച്ച് അതേ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. പ്രതീക്ഷിച്ചപടി ബെഞ്ചമിൻ ഓരോ ചാമ്പ്യൻഷിപ്പിലും ജയിച്ചുകൊണ്ടേയിരുന്നു. പോരാത്തതിന് ഫ്രാൻസിസ് ആണെങ്കിൽ പഠനത്തിൽ മുൻപന്തിയിലും. അങ്ങനെ രണ്ടുപേരും ക്ലാസ്സിൽ ഏറ്റവും മികച്ച കുട്ടികളായി മാറി. രണ്ടുപേരുടെയും വളർച്ച പക്ഷേ അവിടെയെല്ലാം മറ്റു കുട്ടികളെ ദേഷ്യപ്പെടുത്താൻ തുടങ്ങി. പാരന്റ്സ് മീറ്റിംഗിൽ ഫ്രാൻസിസിന്റെ പാരന്റ് ബെഞ്ചമിൻ ആണെന്നും ബെഞ്ചമിന്റേത് ഫ്രാൻസിസ് ആണെന്നും പറഞ്ഞ് അവർ തന്നെ വന്നിരിക്കുന്നു. അത് കണ്ട് ഏറെ വിഷമിച്ച പ്രിൻസിപ്പൽ രണ്ടുപേരെയും വാനോളം പുകഴ്ത്തുവാണ്. കാരണം അത്ര തന്നെ ഇല്ലായ്മയിലും രണ്ടുപേരും പഠനത്തിലും മറ്റെല്ലാത്തിലും തന്നെ ഒന്നാമതായിട്ടായിരുന്നു വന്നിരുന്നത്. അത് കണ്ടിരുന്ന മറ്റു പാരന്റ്സ് ആവട്ടെ ഇവരെ കണ്ട് പഠിക്കുന്ന പറഞ്ഞ് മക്കളെ ഉപദേശിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുന്നു. അതുകൂടായതോടെ ആ കുട്ടികൾക്ക് ഫ്രാൻസിസിനോടും ബെഞ്ചമിനോടും ദേഷ്യം കൂടുന്നു. ബെഞ്ചമിൻ ഇല്ലാത്ത തക്ക നോക്കി കുട്ടികൾ ഫ്രാൻസിസിനെ ഭ്രാന്തനാണ് നീ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അത് കേട്ട് ഡിപ്രസ്ഡായി കരഞ്ഞു തളർന്ന ഫ്രാൻസിസിനെ കണ്ട ബെഞ്ചമിൻ ആ കളിയാക്കിയവരെ അടിച്ചിടുവാണ്. അതുകൊണ്ട് തന്നെ അവൻ അതിന് വേണ്ട പണിഷ്മെന്റ് കിട്ടുന്നു. എന്നാൽ ഫ്രാൻസിസിനെ അത് ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഓൾ ഇന്ത്യ ചെസ് ചാമ്പ്യൻഷിപ്പ് വരാറായി. സ്റ്റേറ്റ് ലെവൽ ചെസ് പ്ലെയറായ പ്രിൻസിപ്പൽ ആവട്ടെ ബെഞ്ചമിന് ഡെയിലി തന്റെ വീട്ടിൽ ചെസ് പ്രാക്ടീസ് നൽകുവാണ്. എന്നാൽ ഓരോ കളിയിലും അവൻ പ്രിൻസിപ്പളുമായി തോക്കുവാണ്. കോൺസെൻട്രേഷൻ ഇല്ലാതെ ഇങ്ങനെയാണ് നീ കളിക്കുന്നതെങ്കിൽ നീ ശരിക്കും തോൽക്കും. സ്കൂളിനെ നാണം കെടുത്താനാണ് വിചാരിക്കുന്നതെങ്കിൽ ഞാൻ തന്നെ നിന്റെ പേര് ഇതിൽ നിന്നും വെട്ടാമെന്ന് അവൾ പറഞ്ഞതും എനിക്കൊരു ലാസ്റ്റ് ചാൻസ് കൂടി തരൂ എന്നാണ് അവൻ പറയുന്നത്. ഓക്കെ എന്ന് പറഞ്ഞ് അവർ വീണ്ടും ഗെയിം തുടങ്ങിയതും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൻ അവളെ തോൽപ്പിക്കുന്നു. അന്നേരമാണ് അവന്റെ യഥാർത്ഥത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി അവൾക്ക് പിടികിട്ടുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പ്ലാൻ എയോ ബിയോ അല്ല, മറിച്ച് അവനുള്ളത് പ്ലാൻ സി ആണ്. അവൻ ആ പ്ലാൻ സിക്ക് വേണ്ടിയാണ് കരുക്കൾ നിൽക്കുന്നത്. തോൽക്കുന്നത് വരെ ഒന്നും തന്നെ മനസ്സിലാകാതെ കളിക്കുന്ന നമുക്ക് തോറ്റാൽ മാത്രമേ അവന്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാകൂ എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. കളി തോറ്റ ശേഷം അവൾ അന്നേരം നീ ഇത്ര നന്നായി ഗെയിം കളിച്ചിട്ടും എന്തിനാണ് എന്റെ മുന്നിൽ തോൽക്കുന്നതെന്ന് അവനോട് ചോദിച്ചിരുന്നു. അതിന്റെ മറുപടി പക്ഷേ അവളെ ഒരുപാട് വിഷമിപ്പിച്ചു. എന്താന്ന് വെച്ചാല് അവൻ അന്ന് പറഞ്ഞത് തനിക്ക് ടീച്ചർ ഒരു അമ്മയെ പോലെയാണെന്നാണ്. അമ്മയെ ആരെങ്കിലും തോൽപ്പിക്കുമോ? അതുകൊണ്ടാണ് തോറ്റു തന്നത്. ഞാനന്ന് അമ്മയെന്ന് ഒരു പ്രാവശ്യം വിളിച്ചോട്ടെ എന്ന് അവൻ ചോദിച്ചതും അവൾ വിളിച്ചോളൂ എന്ന് പറയുന്നു. എന്നാൽ പെട്ടെന്ന് കറണ്ട് പോകുന്നു. അന്നേരം ബെഞ്ചമിൻ പേടിച്ചവിടെ നിന്നും ഓടുവാണ്. എന്താന്ന് വെച്ചാല് ഫ്രാൻസിസിന് ഇരുട്ട് വളരെ പേടിയാണ്. ഹോസ്റ്റൽ മുറിയിലെത്തിയാല് ഫ്രാൻസിസ് പേടിച്ച് അലമുറിയിട്ട് ഒരു ഭ്രാന്തനെ പോലെ കരയുവാണ്. ഓടിയെത്തിയ ബെഞ്ചമിൻ മെഴുകുതിരി കത്തിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുവാണ്. അപ്പോഴാണ് നിക്ടോഫോബിയ എന്ന ഒരു തരം അസുഖം ഫ്രാൻസിസിനുള്ളത് പ്രിൻസിപ്പലിന് മനസ്സിലാകുന്നത്. അതേ സമയത്ത് തന്നെയാണ് ചെസ് മത്സരത്തിനായി ബെഞ്ചമിനെ കൊണ്ടുപോകാൻ ഡിസൈഡ് ചെയ്യുന്നത്. ഫ്രാൻസിസിനെ തനിച്ചാക്കി പോകാൻ പറ്റില്ലെന്ന് അവൻ എത്ര തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രിൻസിപ്പൽ അവനെ നോക്കുമെന്ന് ആ ഹസ്ബൻഡ് വാക്ക് കൊടുത്തുകൊണ്ട് മാത്രം ബെഞ്ചമിൻ മനസ്സോടെ ടൂർണമെന്റിൽ നടന്നു പോകുവാണ്. എന്നാൽ അവൻ പോയ പാടെ ബാക്കി കുട്ടികൾ ഫ്രാൻസിസിനെ ബുള്ളി ചെയ്യാൻ തുടങ്ങുന്നു. മത്സരം കഴിഞ്ഞ് ട്രോഫിയുമായി മടങ്ങിയെത്തിയ തന്റെ സഹോദരനോട് ഫ്രാൻസിസ് പക്ഷേ ഒന്നും പറയുന്നില്ല. കാരണം പറഞ്ഞാൽ വീണ്ടും അവൻ കുട്ടികളുമായി വഴക്കിട്ട് അന്നത്തെ പോലെ അവന് ശിക്ഷ കിട്ടിയാലോ എന്ന് അവന് പേടിയുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ബെഞ്ചമിന്റെയും ഫ്രാൻസിസിന്റെയും പിറന്നാൾ ദിവസം എത്തി.
അന്നത്തെ ദിവസം പ്രിൻസിപ്പൽ അവരെ വിഷ് ചെയ്യുന്നുണ്ട്. അന്ന് തന്നെയായിരുന്നു ലാബ് എക്സാമും. കുറച്ചു പേർ ഫിസിക്സ് ലാബിലും കുറച്ചു പേർ കെമിസ്ട്രി ലാബിലും പോകുവാണ്. അവിടേക്ക് പോകുന്ന ടീച്ചേഴ്സ് പരസ്പരം ഫ്രാൻസിസിന്റെ അസുഖത്തെ പറ്റി സംസാരിക്കുന്നത് ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റ് കേൾക്കാനിടയാവുന്നു. ബെഞ്ചമിൻ അവരെ അടിച്ചതിന് പ്രതികാരമായി ആ പയ്യൻ ബാക്കി കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ഫ്രാൻസിസിന്റെ അസുഖം മനസ്സിലാക്കി അവനിട്ട് ഒരു പണി കൊടുക്കാനായിട്ട് തീരുമാനിക്കുവാണ്. അതവർക്ക് വീണ്ടും കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. കാരണം ബെഞ്ചമിൻ ഫിസിക്സ് ലാബിലും ഫ്രാൻസിസ് കെമിസ്ട്രി ലാബിലുമായിരുന്നു. കുട്ടികൾ ചേർന്ന് ലൈറ്റ് ഓഫ് ആക്കി ഇരുട്ടാക്കി ഫ്രാൻസിസിനെ ടോർച്ചർ ചെയ്യുന്നു. അവന്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന ബെഞ്ചമിൻ ലാബിന്റെ കതക് തുറക്കാനായിട്ട് പുറത്തു നിന്ന് കരഞ്ഞു പറയുന്നുണ്ട്. എന്നാൽ അവരാരും തന്നെ വാതിൽ തുറക്കുന്നില്ല. അകത്താണേൽ പേടിച്ച് കരഞ്ഞു കരഞ്ഞ് അവസാനം ശ്വാസം കിട്ടാതെ ഫ്രാൻസിസ് മരിച്ചു പോകുവാണ്. അകത്തു വന്ന ബെഞ്ചമിൻ അലറി കരയുന്നു. എന്നാൽ പിന്നീടുള്ള ബെഞ്ചമിന്റെ ഓരോ ദിവസവും ഫ്രാൻസിസ് ഇല്ലാതെ വളരെയധികം വിഷമകരമായിരുന്നു. അങ്ങനെയിരിക്കെ ബെഞ്ചമിന്റെ ആ ഒറ്റപ്പെട്ട അവസ്ഥ മനസ്സിലാക്കിയ ഒരു സിസ്റ്റർ അവനെ ആ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരുന്നു. എന്നാൽ ആ പ്രിൻസിപ്പലിന്റെ ഹസ്ബൻഡ് അവനെ വിളിച്ച് ആ സ്കൂളിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് കൺവിൻസ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ അവൻ തിരിച്ചു നടന്ന് ഒരു നിമിഷം അയാളെ തിരിഞ്ഞു നോക്കുവാണ്. അപ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് കാണിക്കുന്നത്. ഫ്രാൻസിസ് മരിച്ച അന്ന് ആ വിവരം പ്രിൻസിപ്പൽ ഭർത്താവിനെ അറിയിക്കുമ്പോൾ അയാൾ അവിടെ സ്കൂളിന്റെ പേര് കളയാനായിട്ട് ഒട്ടും ഒരുക്കമല്ലായിരുന്നു. അന്നേരം അയാൾ പറയുന്നത് ബെഞ്ചമിന്റെ ചെസ് കളിക്കാനുള്ള കഴിവിനെ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്, അല്ലാതെ ആ അനാഥ പിള്ളേരെ തനിക്ക് എന്തിനാണെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. ഇതൊക്കെ ബെഞ്ചമിൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഒന്നും ചെയ്യാനാവാതെ പ്രിൻസിപ്പളും നിസ്സഹായയായി തന്നെ നിന്നു. വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഹീറോ പ്രിൻസിപ്പലിനോട് ബെഞ്ചമിനെ പിന്നീട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ്. എന്നാൽ അവനെ കൊണ്ടുപോയി സിസ്റ്ററിനോട് അവൻ സത്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്രേ, അവന്റെ ഡീറ്റെയിൽസ് ആരോടും പറയരുത് എന്ന്. എല്ലാം കേട്ട് കഴിഞ്ഞ ഹീറോ ആവട്ടെ ബാക്കി കുട്ടികളുടെ ഡീറ്റെയിൽസ് പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചാല് ഒരിക്കൽ സ്കൂളിൽ ഫയർ ആക്സിഡന്റ് ഉണ്ടായെന്നും ആ ഒരു വിഷമത്തിൽ അയാൾ അങ്ങനെ കുടിച്ച് അവസാനം മരിച്ചെന്നും പറയുവാണ്. പുറത്തെത്തിയ ഹീറോ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് മറ്റൊരു വിവരം മനസ്സിലാക്കുന്നത്. ഫ്രാൻസിസ് അവന്റെ ബർത്ത്ഡേ അന്നാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ മരിക്കുന്നതും അവരുടെ ബർത്ത്ഡേ ദിവസമാണെന്ന്. സോ ഇത് മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ അവിടെയുള്ള ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ആ ഡേറ്റിൽ മരിച്ചവർ ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മനോഹരനെ ഏൽപ്പിക്കുവാണ്. ഇത് കഴിഞ്ഞ് ഹീറോ നേരെ പോകുന്നത് സഞ്ജനയുടെ വീട്ടിലേക്കാണ്. എന്നാൽ അവിടെ എത്തിയ ഹീറോയെ കണ്ടതും അവള് കരുതുന്നത് അവളുടെ ലവ് അവൻ അക്സെപ്റ്റ് ചെയ്തിട്ട് വന്നു എന്നാണ്. എന്നാൽ വന്ന കാര്യം ഹീറോ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്നിട്ട് പാരന്റ്സിനെ എല്ലാം കൺവിൻസ് ആക്കി രണ്ടാളെയും കൂട്ടി മനോഹരന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കുവാണ്. കില്ലറുടെ ടാർജറ്റിൽ ഇനി അവശേഷിക്കുന്നത് 2 ട്വിൻസുകൾ മാത്രമാണ്. അതിലൊന്ന് അഞ്ജനയും സഞ്ജനയുമാണ്. രണ്ടാമത്തേത് വീരനും ധീരനും. അവരാരാന്ന് ഹീറോയ്ക്ക് കണ്ടുപിടിക്കണം. അതിനു മുൻപ് ഇവരെ സേഫായി മനോഹരനെ ഏൽപ്പിച്ചു പോകാൻ നേരം മനോഹരം കണ്ടുപിടിച്ച വിവരങ്ങൾ ഹീറോയോട് പറയുന്നുണ്ട്. കുറച്ചു പേർ അവരുടെ കൂടെ പിറന്നവർ അവരുടെ കൈക്കൊണ്ട് അതേ പാറ്റേണിൽ മരിച്ച വിവരം പറഞ്ഞെന്നും കുറച്ചു പേർ അറസ്റ്റ് ആകുമെന്ന് പേടിച്ച് എല്ലാം മറച്ചു വെച്ചെന്നും പറയുന്നു. ഹീറോ ആവട്ടെ ഇവരെ രണ്ടുപേരെയും സേഫ് ആക്കണമെന്ന് മനോഹരനെ ഏൽപ്പിച്ച് അടുത്ത ട്വിൻസിനെ തേടി അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഏറെ നേരത്തെ തിരച്ചിലിൽ ഹീറോയ്ക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. അടുത്ത ദിവസം ആ ട്വിൻസിൽ ഒരാളുടെ ബോഡി സെയിം പാറ്റേണിൽ കൊല ചെയ്യപ്പെട്ട് കിട്ടുവാണ്. അവിടെത്തിയ ഹീറോയോട് കമ്മീഷണർ ചൂടാവുന്നു. പോലീസിനാവട്ടെ തിരഞ്ഞിട്ട് കിട്ടാത്ത ആളെ കില്ലർ മാത്രം എങ്ങനെയാണ് കണ്ടുപിടിച്ച് കൊല്ലുന്നതെന്ന് അവൻ ചോദിക്കുന്നു. മരിച്ചതിപ്പോ ധീരനാണോ ധീരജാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് ഉത്തരമുണ്ടായിരുന്നു, മരിച്ചത് ധീരൻ തന്നെയാണെന്ന്. ഇതുവരെ മരിച്ച എല്ലാവരും തന്നെ അന്ന് ഫിസിക്സ് ലാബിൽ ഉണ്ടായിരുന്നവരാണ്. എന്താന്ന് വെച്ചാൽ ഫ്രാൻസിസിന്റെ മരണത്തിന് കാരണമായ കെമിസ്ട്രി ലാബിലുള്ളവർക്ക് അവരുടെ ട്വിൻ പാർട്ട്നേഴ്സ് മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അറിയിക്കാനാണ് കില്ലർ ഫിസിക്സ് ലാബിൽ അന്നുണ്ടായിരുന്നവരെ ഓരോരുത്തരെയായി തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നതെന്ന്. ഇതൊക്കെ കേട്ട് ഭ്രാന്ത് പിടിച്ച കമ്മീഷണർ ആവട്ടെ ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് തീരുമാനമാക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുവാണ്. അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ കോമയിലായിരുന്ന ഇൻസ്പെക്ടർ രഞ്ജിത്ത് റിക്കവർ ആയതറിഞ്ഞ് ഹീറോ കാണാനായിട്ട് വീട്ടിലേക്ക് പോകുവാണ്. അന്ന് എന്താ നടന്നതെന്ന് ചോദിച്ചപ്പോൾ രഞ്ജിത്ത് നടന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അയാളെ വിളിച്ച സ്ട്രേഞ്ചർ പറഞ്ഞത് ഒരു സ്ഥലത്ത് ഇതേ പാറ്റേണിൽ കൊലപാതകം നടന്നുവെന്നാണ്. പോകുന്ന വഴിയിൽ പക്ഷെ അതേ കില്ലറിന്റെ കാർ ഫോളോ ചെയ്തുവന്ന് ആക്സിഡന്റ് ആയി. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താന്ന് വെച്ചാല് ആ കില്ലർ തന്നെയാണ് അയാളെ ഹോസ്പിറ്റലിലാക്കി രക്ഷിച്ചതും. അത് കേട്ട ഹീറോ ആകെ കൺഫ്യൂസ് ആകുന്നു. തിരിച്ചു മടങ്ങുമ്പോൾ പ്രിൻസിപ്പൽ ഹീറോയ്ക്ക് കോൾ ചെയ്യുന്നു. ബെഞ്ചമിന്റെ ജീവന് ആപത്തുണ്ടാക്കില്ലെന്ന് ഉറപ്പു തരുവാണെങ്കിൽ ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു കാര്യം പറയാമെന്ന് പറയുന്നു. എന്നിട്ട് അവർ അക്കാര്യം പറയുവാണ്. ഫ്രാൻസിസിന്റെ കല്ലറയിൽ എല്ലാ ഓർമ്മ ദിനത്തിലും അവർ പൂക്കൾ വെക്കാറുണ്ട്. എന്നാൽ അന്നെല്ലാം ഓൾറെഡി ആരോ അവിടെ പൂക്കൾ അർപ്പിച്ചിട്ടുണ്ടാകും. തീർച്ചയായും അത് ബെഞ്ചമിൻ ആയിരിക്കും. ഇന്ന് ഫ്രാൻസിസിന്റെ മരണനാളാണ്. സോ ഇന്ന് അവിടെ ബെഞ്ചമിൻ തീർച്ചയായും വരുമെന്ന്. ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത് ബെഞ്ചമിൻ ആണെങ്കിൽ അവൻ ഇനി ഒരാളെ കൊല്ലാതിരിക്കാൻ മാത്രമാണ് താനിത് പറയുന്നതെന്നും അവന്റെ ജീവന് ഒരാപത്തും വരുത്തരുതെന്നും പ്രിൻസിപ്പൽ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. വേഗം തന്നെ ഹീറോ ആ കല്ലറയിലേക്ക് പോകുവാണ്.
അവിടേക്ക് ആ ബെഞ്ചമിനും വരുന്നു. മാസ്ക് ഇട്ട ഒരാൾ, പൂക്കൾ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. ആ മാസ്ക് മാറ്റിയതും നമുക്ക് ഷോക്കാകും. കാരണം അത് മനോഹറായിരുന്നു. ഹീറോയുടെ കൂടെ അതേ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഇൻസ്പെക്ടർ മനോഹർ. എന്നാൽ ഹീറോ ആ മുഖം കാണുന്നില്ല. ഇത് കണ്ട ഹീറോ ഗണ്ണെടുത്ത് പുറകെ പോയാല് അവനെ തട്ടിമാറ്റി മനോഹർ കാർ എടുത്ത് രക്ഷപ്പെടുവാണ്. ഇനി കില്ലറുടെ ടാർജറ്റിൽ ആകെ അവശേഷിക്കുന്നത് ഹീറോയിനും സിസ്റ്ററുമാണ്. അവരെ രക്ഷിക്കാനായിട്ട് ഹീറോ വേഗം മനോഹറിന്റെ വീട്ടിലെത്തുന്നു. ആ കില്ലർ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്നും അഞ്ജനയും സഞ്ജനയും നമുക്ക് രക്ഷിക്കണമെന്നും പറഞ്ഞ് ഹീറോ മുകളിലേക്ക് കയറുവാണ്. എന്നാൽ ഹീറോ ചെന്ന് നോക്കുമ്പോൾ രണ്ടാളും അന്നേരത്തേക്ക് ചേരൽ കിട്ടിയിട്ടിരിക്കുവാണ്. പുറകിലെത്തിയ മനോഹർ ഹീറോയെ അടിച്ചു വീഴ്ത്തുവാണ്. ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നാൽ ഹീറോയിൻ മാത്രമാണ് അവന്റെ മുമ്പിലുള്ളത്. ഹീറോ അവളെയും കൂട്ടി മുൻപ് സുരേന്ദർ പറഞ്ഞ ആ അബാൻഡൻ ബിൽഡിംഗിലേക്ക് പോകുന്നു. രണ്ടാളും അഞ്ജനയെ തേടുന്ന നേരം മനോഹർ ഹീറോയെ അറ്റാക്ക് ചെയ്യുവാണ്. എന്നാൽ അവസാനം തോക്ക് ഹീറോയ്ക്ക് കിട്ടുന്നു. താഴെ നിൽക്കുന്ന സഞ്ജനയ്ക്ക് അവൻ ആ ഗണ്ണെറിഞ്ഞു കൊടുത്ത് ബെഞ്ചമിൻ ലിഫ്റ്റിൽ താഴെ വരുന്നുണ്ടെന്നും ആ ഗണ്ണുകൊണ്ട് അവനെ വേഗം ഷൂട്ട് ചെയ്യണമെന്നും പറയുന്നു. ലിഫ്റ്റ് ഓപ്പൺ ആയതും കണ്ണടച്ച് അവൾ ആ ലിഫ്റ്റിന് നേരെ ഷൂട്ട് ചെയ്തതും നോക്കുമ്പോൾ മരിച്ചു വീഴുന്നത് അവളുടെ സ്വന്തം സഹോദരി അഞ്ജന തന്നെയാണ്. അപ്പോഴാണ് മിനിറ്റുകൾക്ക് മുമ്പ് നടന്ന മറ്റൊരു കാര്യം കാണിക്കുന്നത്. മനോഹറും ഹീറോയും ഫൈറ്റ് ചെയ്യുന്ന നേരം ആ ഗണ്ണ് താഴെ വീഴുന്നു. അത് എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഹീറോയുടെ ഷർട്ട് നീങ്ങി നെഞ്ചിൽ ഫ്രാൻസിസ് എന്ന് എഴുതിയത് കാണുന്നത്. അന്നേരമാണ് ഹീറോ ആണ് ബെഞ്ചമിൻ എന്ന് മനോഹർ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ ലിഫ്റ്റ് ഓണാക്കി ഹീറോ ആ ഗണ്ണ് ഹീറോയിനെ എറിഞ്ഞുകൊടുത്ത് പ്ലാൻ പ്രകാരം അവളെ കൊണ്ട് തന്നെ അവളുടെ ട്വിന്നിനെ കൊല്ലുവാണ്. എന്നാൽ കറക്റ്റ് ആ സ്പോട്ടിലേക്ക് ഗണ്ണുമായി ഇൻസ്പെക്ടർ രഞ്ജിത്ത് വന്ന് ഹീറോയെ അറസ്റ്റ് ചെയ്യുവാണ്. പിന്നീട് ഹീറോയെ അയാൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണിക്കുന്നു. കുട്ടിക്കാലത്ത് ഒന്നും അറിയാത്ത പ്രായത്തിൽ ചെയ്ത തെറ്റിന് അവരെ എന്തിനാണ് ഇങ്ങനെ പണിഷ് ചെയ്യുന്നതെന്ന് ഹീറോയോട് അവൻ ചോദിക്കുവാണ്. അന്നേരം തന്റെ ഫ്രാൻസിസിനും അന്ന് അവരുടെ പ്രായമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവനും തിരിച്ചു ചോദിക്കുന്നു. ഫ്രാൻസിസ് ഇല്ലാത്ത ഒരു ജീവിതം അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ നരകിച്ചവൻ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ അവരുടെ സഹോദരങ്ങൾക്കൊപ്പം എല്ലാം മറന്ന് സന്തോഷിച്ച് ജീവിച്ചു. അതുകൊണ്ട് തന്നെ അവരോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അതിനൊരിക്കലും ഒരു സാധാരണക്കാരനായാൽ പറ്റില്ല. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് പഠിച്ച് IAS വാങ്ങി ആ പോസ്റ്റിൽ ഇരിക്കാതെ IPS ആയി ജോയിൻ ചെയ്തത്. ഓരോരുത്തരെയായി വകവരുത്തി. കേസ് അന്വേഷണം തന്റെ കയ്യിലാവാനായിട്ട് ഒരു ട്വിന്നിനെ കൊന്ന് തന്റെ സിറ്റി ലിമിറ്റിൽ കൊണ്ടിട്ടു. എന്നാൽ അന്വേഷണം ഏൽപ്പിച്ചത് ഇൻസ്പെക്ടർ രഞ്ജിത്തിനെയും. സുധാകരന്റെ ബോഡിയിലെ ആ സ്റ്റീൽ പ്ലേറ്റിന്റെ ഡീറ്റെയിൽസ് തപ്പിപ്പോയാൽ പിടിക്കപ്പെടുമെന്ന് കരുതിയാണ് രഞ്ജിത്തിനെ അപകടപ്പെടുത്തിയത്. എന്നാൽ ആളെ രക്ഷിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ഹീറോ കൊല ചെയ്യാൻ നിശ്ചയിച്ചവരിൽ ആ ഇൻസ്പെക്ടർ ഇല്ലായിരുന്നു. ഇത്രയൊക്കെയായിട്ടും രണ്ട് പേഴ്സിനെ പറ്റി വിവരങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. ധീരനും ധീരജും അഞ്ജനയും സഞ്ജനയും. അതുകൊണ്ട് തന്നെ ട്വിൻ ബേർഡ്സ് എന്ന ആ സ്കൂളിലേക്ക് അന്വേഷണം വഴിതിരിച്ച് അവിടെ നിന്നും അവന് കിട്ടാതിരുന്ന ആ ബാക്കിയുള്ള രണ്ട് പേഴ്സിന്റെയും ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചു. എന്നിട്ട് പ്ലാൻ പ്രകാരം ധീരനെയും കൊന്നു. പക്ഷെ ഇൻസ്പെക്ടർ രഞ്ജിത്ത് റിക്കവറിയായി വന്ന് ഡൗട്ട് തനിക്ക് നേരെ തിരിയുമെന്ന് ഭയന്നാണ് മനോഹറിനെ ഈ പ്ലാനിലേക്ക് വലിച്ചഴിച്ചത്. അതെങ്ങനെയാന്ന് വെച്ചാല് താൻ പറഞ്ഞതനുസരിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലുമെന്ന് ബെഞ്ചമിൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. സോ അതുപ്രകാരം പൂക്കൾ അർപ്പിക്കാനായി വന്ന മനോഹറിനെ ചേസ് ചെയ്യുന്നതായി നടിച്ച് ഹീറോ തന്നെ സഞ്ജനയും അഞ്ജനയും രക്ഷിക്കാനായിട്ട് വരുന്നു. എന്നാൽ മനോഹറിന് ഓൾറെഡി ബെഞ്ചമിനായ ഹീറോ കോൾ ചെയ്ത് രണ്ടാളെയും കെട്ടിയിടാനും അവിടെ വരുന്ന ഹീറോയെ അടിച്ചിടാനും പറഞ്ഞിരുന്നു. എന്നാൽ ലാസ്റ്റ് മൊമെന്റിൽ നെഞ്ചിലെ ആ പേര് കണ്ടപ്പോൾ മാത്രമാണ് ഹീറോ ആയിരുന്നു ബെഞ്ചമിൻ എന്ന് മനോഹറിന് മനസ്സിലാകുന്നത്. അന്നേരമാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് കൂടി ഹീറോ ആണ് ബെഞ്ചമിൻ എന്ന കാര്യം രഞ്ജിത്ത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് കാണിക്കുന്നത്. അന്ന് റിക്കവറായ രഞ്ജിത്തിനെ കാണാനായിട്ട് വന്ന ഹീറോ ടെൻഷനായിട്ട് സിഗരറ്റ് വലിക്കുന്ന നേരം അവന്റെ ലൈറ്റർ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതേ ലൈറ്ററാണ് അന്ന് ആക്സിഡന്റ് ആയ അയാളെ കില്ലർ കാറിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയ സമയത്ത് ആ കാറിൽ കണ്ടിട്ടുണ്ടായിരുന്നതും. അത് കൺഫേം ചെയ്യാനായിട്ട് ഹീറോയുടെ ഹിസ്റ്ററി തന്നെ അവൻ പരിശോധിക്കാൻ തുടങ്ങുന്നു. അതിൽ നിന്നുമാണ് ഹീറോ അഡോപ്റ്റഡ് ചൈൽഡ് ആയിരുന്നെന്ന് അറിയുന്നത്. ഹീറോ ഇല്ലാത്ത സമയം നോക്കി അവന്റെ വീട്ടിലെത്തിയ രഞ്ജിത്ത് ആവട്ടെ അവിടെ ട്വിൻസ് ഉപയോഗിക്കുന്നത് പോലെ ബ്രഷിൽ തുടങ്ങി ചെരുപ്പും ഡ്രസ്സും എല്ലാം തന്നെ ഒരുപോലെ രണ്ടു പേരായിട്ട് ഇരിക്കുന്നത് കണ്ടതോടെയാണ് താൻ അന്വേഷിക്കുന്ന കില്ലറായിട്ടുള്ള ബെഞ്ചമിൻ ഹീറോ ആണെന്ന് അയാൾ കൺഫേം ചെയ്യുന്നത്. പോരാത്തതിന് അവരുടെ ഫോട്ടോയും അവിടെ ഉണ്ടായിരുന്നു. നീ ചെയ്ത തെറ്റിന് തൂക്കുകയർ കിട്ടുമെന്ന് രഞ്ജിത്ത് പറയുമ്പോൾ പുഞ്ചിരിയോടെ ഹീറോ പറയുന്നത് എന്റെ അനിയൻ മരിച്ച അന്നേ തന്നെ ഞാനും മരിച്ചെന്നാണ്. അടുത്ത സീനിൽ ഹീറോയുടെ കേസ് കോർട്ടിൽ വിസ്തരിക്കുന്നു. അവനെ ജയിലിലേക്ക് അയക്കുന്നു. അങ്ങനെ മനോഹറും രഞ്ജിത്തും സംസാരിച്ച് നടന്നു വരുമ്പോ ഒരു പയ്യൻ അവരെ വന്നിരിക്കുവാണ്. നോക്കുമ്പോ തുടക്കത്തിൽ കാണിച്ച ബാങ്ക് മോഷണ കേസിലെ പ്രതിയാണത്. നീ ആ ബാങ്ക് മോഷണ കേസിലെ പ്രതിയായ ധീരനല്ലേ? നീ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയെന്ന് രഞ്ജിത്ത് ആശ്ചര്യത്തോട് ചോദിക്കുമ്പോ അവൻ പറയുന്നത് അവൻ ധീരനല്ല എന്നും അവൻ ധീരജാണെന്നുമാണ്. അവന്റെ ബ്രദറായിട്ടുള്ള ധീരനാണ് ആ മോഷണ കേസിൽ ഇപ്പോൾ അകത്തുള്ളതെന്നും പറയുന്നു. അപ്പോഴാണ് ഹീറോയും അതേ ജയിലിലാണെന്ന കാര്യം അവർക്ക് ഓർമ്മ വരുന്നത്. അന്നേരം നിന്റെ ബർത്ത്ഡേ എന്നാണെന്ന് ധീരജനോട് ചോദിക്കുമ്പോൾ ഇന്നാണെന്ന് അവൻ മറുപടി പറയുന്നു. ഇവിടെ നമുക്കൊരു ഡൗട്ട് വരും, മുൻപ് ധീരനാണെന്ന് പറഞ്ഞു കിട്ടിയ ആ ഡെഡ് ബോഡി ആരുടേതായിരിക്കും എന്ന്.
അന്ന് ഹീറോ കത്തിച്ചത് ഒരു അനാഥ ജഡമാണ്. എന്തിനാന്ന് വെച്ചാല് അതുവഴി കേസ് വഴിതിരിച്ച് ഒറിജിനൽ ധീരനെ കണ്ടുപിടിച്ച് കൊല്ലാനായിട്ടുള്ള ഹീറോയുടെ പ്ലാൻ ആയിരുന്നു അത്. സോ ഹീറോ ജയിലിൽ പോയത് തന്നെ അവന്റെ പ്ലാൻ ആണെന്ന് മനസ്സിലാക്കി രണ്ട് പോലീസുകാരും അങ്ങോട്ടോടുവാണ്. എന്നാൽ ഹീറോ അപ്പോഴേക്കും ധീരനെ വെള്ളത്തിൽ മുക്കി കൊന്നിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. ഹീറോ ധീരനെ ധീരജിനെ പറ്റി അറിയാനായിട്ട് മാർക്കറ്റിൽ അന്വേഷിക്കുന്ന നേരത്ത് അവനൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ധീരനെ തന്നെയാണ് അവൻ ബാങ്ക് മോഷണ കേസിൽ തുടക്കത്തിൽ അറസ്റ്റ് ചെയ്തതെന്ന്. ജയിലിലായതുകൊണ്ട് അവിടെ എത്തിപ്പെട്ടാലേ അവനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ ഹീറോ മുൻപ് തന്നെ ലൈറ്റർ രഞ്ജിത്ത് കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്ന അവനാവട്ടെ അയാളുടെ സംശയം തന്നിലേക്കാക്കാനായിട്ട് അതേ ലൈറ്റർ കൊണ്ടുപോയി അയാളുടെ മുന്നിൽ വെക്കുന്നു. ഫൈനലി അവസാനത്തെ ഇരയെയും പ്ലാൻ പടി ഹീറോ കൊല്ലുന്നു. തെറ്റ് ചെയ്തത് മറക്കാനും തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാനും കഴിയില്ലെന്ന് ഹീറോ പറയുവാണ്. എന്നിട്ട് മനോഹരനെ നോക്കി, മാതാപിതാക്കളില്ലാത്ത ദുഃഖം എന്റെ മകൻ ഒരിക്കലും അറിയാൻ പാടില്ല, എന്റെ ഹൃദയം നിനക്കാണെന്ന് പറയുന്നു. എന്നിട്ട് തുടക്കത്തിൽ ഹീറോ തന്നെ പിടിച്ചെടുത്ത ആ വീരൻ കൂടിയ ഡ്രഗ് ഗുളികകൾ വിഴുങ്ങി അവൻ ആ വെള്ളത്തിലേക്ക് വീഴുന്നു. ബ്രെയിൻ ഡെത്ത് സംഭവിക്കുക വഴി അവന്റെ ഹൃദയം മനോഹരന് കൊടുത്ത് അവന്റെ ജീവൻ രക്ഷിക്കാനാണ് ഹീറോ ആഗ്രഹിച്ചത്. ഹീറോയുടെ ആഗ്രഹപ്രകാരം ഇരുട്ട് പേടിക്കുന്ന തന്റെ സഹോദരന്റെ കല്ലറയ്ക്കരികെ തന്നെ അവന്റെ കൂടെയായി ഹീറോയെയും അടക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ അമ്മ എന്ന് മുഴുമിപ്പിക്കാതിരുന്ന ആ വിളി ഒരു കത്തിലൂടെ എഴുതി അതയച്ച് പ്രിൻസിപ്പലിന് കൊടുത്ത് വേദനയോടെ അവൾ അത് വായിക്കുന്നതും കാണിക്കുന്നു. ഹീറോയുടെ കല്ലറയിൽ പൂക്കൾ വയ്ക്കാനായി അവൻ ജീവൻ കൊടുത്ത് ജീവിതം നൽകിയ മനോഹർ തന്റെ കുഞ്ഞിനൊപ്പം വന്നതുകൂടെ കാണിച്ച് ആ നല്ല മൂവി അവിടെ ഉണ്ടാകുവാണ്.